അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആളുകളെ ഡ്രോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പിക്ക് ചെയ്യാനൊക്കെ പോകുന്നവർ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫൈൻ അടച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റൊക്കെ കാലിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ പിക്കപ്പ് സോണിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്. അതായത് നേരത്തെ പോലെ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ നേരത്തെ അറൈവലിലേക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ പകരം ഒരു പാർക്കിംഗ് സ്റ്റേഷൻ പുതിയതായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പാർക്കിങ്ങിലേക്ക് വേണം ഇനി നേരിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ. അപ്പോൾ അറൈവൽ വരുന്ന ആളുകൾ അവിടേക്ക് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നമ്മൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് അവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാർക്കിംഗ് ഇനി വേണ്ട കേട്ടോ. കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഫൈന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പലരും ഫൈന് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. 500 മുതൽ മുകളിലോട്ടാണ് ഫൈൻ കിട്ടുന്നത്. അതുകൊണ്ട് റോഡിൻ്റെ സൈഡിലുള്ള പാർക്കിംഗ് ഇനി വേണ്ട എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. അബുദാബി എയർപോർട്ടിൽ പാർക്കിംഗ് 15 മിനിറ്റോളം ഫ്രീ ആണ്. അതുകൊണ്ട് അവിടെ പോകുന്നവർ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക. അതിന് കൂടുതൽ സമയത്തേക്ക് നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതുണ്ടെങ്കിൽ പണമടച്ച് മാത്രം പാർക്കിംഗ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. ഇക്കാര്യവും ശ്രദ്ധിച്ചോളൂ. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എയർപോർട്ടിനോട് അടുക്കുന്ന ഭാഗത്തൊക്കെ നേരത്തെ 60 കിലോമീറ്റർ ആയിരുന്നു മാക്സിമം സ്പീഡ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ 80 കിലോമീറ്റർ സ്പീഡാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ 40 സ്പീഡ് ഉണ്ടായിരുന്നവർക്ക് 60 സ്പീഡായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചോളൂ.